നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന, പാപങ്ങളില്ലാതാക്കുന്ന ഒരു വിശേഷപ്പെട്ട ദിനമാണ് വരാൻ പോകുന്നത്. അതാണ് കാമദാർ ഏകാദശി. ഹിന്ദു പുതുവർഷത്തിലെ ആദ്യത്തെ ഏകാദശിയാണിത്. ഇത്തവണ മാർച്ച് 29 ഞായറാഴ്ചയാണ് കാമദ ഏകാദശി വരുന്നത്. ഗന്ധർവ രാജാവിന്റെ ശാപത്താൽ രാക്ഷസനായി മാറിയ ലളിതൻ ശാപമുക്തനായത് ഈ വ്രതം നോട്ടാണ് എന്നാണ് ഐതിഹ്യം. ഏകാദശി ദിവസം നെല്ലരിച്ചോർ ഒഴിവാക്കി പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ പാലും പഴങ്ങളും മാത്രമോ കഴിച്ച് വ്രതമനുഷ്ഠിക്കാം. അന്നേ ദിവസം പകലുറക്കം പാടില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും അത്യുത്തമമാണ്. സന്താന സൗഭാഗ്യത്തിന് പുരുഷ സൂക്താർച്ചനയും ധനാഭിവൃദ്ധിക്ക് ഭാഗ്യസൂക്താർച്ചനയോ പാൽപായസമോ ഭഗവാന് വഴിപാടായി നൽകാവുന്നതാണ്. ഏകാദശി വ്രതം നോട്ട് ഭഗവാൻ വിഷ്ണുവിന്റെ അനുഗ്രഹം നേടൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ജ്യോതിഷ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.